ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ കറി വയ്ക്കാനുള്ള മീനാണ്, ഫ്രഷ് മീനാണ് ചൂള. ഈ ചൂള എന്ന് പറയുന്നത് കാൽസ്യം കണ്ടൻറ്റ് കൂടുതലാണ്. കാൽസ്യക്കുറവുള്ള കുട്ടികൾക്ക് തീർച്ചയായും നിങ്ങൾ ഈ ഒരു ചൂള, അതുപോലെ തന്നെ മുള്ളനെ, ചെറിയ ചെറിയ മീനുകളിലൊക്കെ കാൽസ്യം കൂടുതലാണ്. അപ്പോൾ കാൽസ്യം കണ്ടൻറ്റ് കുറവുള്ള കുട്ടികൾക്ക്, വൈറ്റമിൻ D3 കുറവുള്ള കുട്ടികൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾ ഈ മീൻ കൊടുക്കണം. അപ്പോൾ ഇന്നത്തെ കറി വയ്ക്കാനുള്ള മീൻ ഞങ്ങൾക്ക് ഫ്രഷ് മീനാണ്. കടലിൽ നിന്ന് പിടിച്ച പാടുള്ള മീനാണ് കേട്ടോ. ഫോർമാലിനൊന്നും ചേർക്കാണ്ട് ഫോർമാലിൻ്റെ വെള്ളത്തിൽ മുക്കാത്ത മീനാണ്. ഇങ്ങനത്തെ മീൻ കടലടുത്തുള്ളവർ, ഞങ്ങൾ കടൽ കുറച്ച് ദൂരത്താണെങ്കിൽ ഞങ്ങൾ മുടാടി വരുന്ന മീനൊക്കെ ഫ്രഷ് മീനാണ്. ആ ഫ്രഷ് മീൻ നോക്കിയിട്ട് ഞാൻ വാങ്ങാറുള്ളൂ, ഫോർമാലിൻ ചേർക്കാത്ത. അപ്പോൾ ഇത് തേങ്ങ അരച്ച് കറി വയ്ക്കാം, പൊരിക്കാൻ നല്ല ടേസ്റ്റാണ്. കുറച്ചാണെങ്കിൽ നല്ലത് കുറച്ച് മതി. വെറുതെ ഫോർമാലിൻ ചേർത്ത കുറേ മീൻ കഴിച്ച് നമ്മൾ വയറ് ചീത്തയാക്കുന്നതിനാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ കാൽസ്യം കണ്ടൻറ്റ് കൂടുതലുള്ള മീനാട്ടോ ഇത്. ലൈലൊരു മണങ്ങും കൂടിക്ക് ചൂള. ഇത് മസാലകളൊക്കെ വെന്തതിന് ശേഷം ലാസ്റ്റ് ഇട്ടാൽ മതി, ഒരു തിളക്കേ ഉള്ളൂ. തേങ്ങ അരച്ച് വെച്ചാൽ നല്ല ടേസ്റ്റാണ്, ഇരുമ്പം പുളിയിട്ട് വെച്ചാൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എനിക്ക് സബ്സ്ക്രൈബർ കുറവാണ്, എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. എന്നാലും പുതിയ വീഡിയോ ആയിട്ട് നിങ്ങളുടെ അടുത്ത് എത്തുന്നതായിരിക്കും. എനിക്കിന്ന് ഡ്യൂട്ടിക്ക് പോകാനില്ല, ഞാൻ സൺഡേ ഡ്യൂട്ടി എടുത്തുകൊണ്ട് ഇന്ന് ഓഫാണ്. അപ്പോൾ ഇന്ന് ഞാൻ വീട്ടിലാണ്. അപ്പോൾ കുറച്ച് വീഡിയോ കിട്ടുന്നതായിരിക്കും. അപ്പം ഇത് കറി വയ്ക്കാൻ, ചോറിൻ്റെ വെള്ളം ഇടുന്ന, അങ്ങനെ പല പല പണിയിലാണ്. അപ്പോൾ ഇന്നത്തെ കറി വയ്ക്കാനുള്ള മീൻ ചൂള. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. താങ്ക് യു.